മലയാള സിനിമയെ അന്തർദേശീയ തലത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പല മഹത് വ്യക്തികളും എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയെ ശബ്ദത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ ശബ്ദ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, ഒരു വെരി വെരി സ്പെഷ്യൽ ഗസ്റ്റാണെന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരായിരിക്കുമെന്ന്. യെസ്, നമ്മുടെ ഓസ്കാർ താരമാണ് റസൂൽ പൂക്കുട്ടി. ഹായ് റസൂൽ ജി. അപ്പോൾ വീണ്ടും കുഞ്ഞനന്തൻ്റെ കടയിലേക്ക് വന്നിരിക്കുകയാണ് പഴശ്ശിരാജയ്ക്ക് ശേഷം, അതും മമ്മൂട്ടി ചിത്രം തന്നെയാണ്. എനിക്ക് ആദ്യമേ ചോദിക്കാനുണ്ടായിരുന്നു, ഇത്ര ഒരു ഗ്യാപ്പ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ മലയാള സിനിമയിൽ? ഒരുപാട് അത് ഞാൻ ആലോചിച്ചുണ്ടാക്കുന്ന ഗ്യാപ്പൊന്നും അല്ലല്ലോ. പലരും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പല സ്ക്രിപ്റ്റുകളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ചെയ്യണമെന്ന് താല്പര്യം തോന്നിയിട്ടുള്ള സ്ക്രിപ്റ്റുകളായിരുന്നില്ല. ഈ സിനിമയുടെ CD ലോഞ്ചിൻ്റെ സമയത്ത് നമുക്ക് പറയുന്നുണ്ടായിരുന്നു ഡയലോഗ് കാണാതെ പഠിക്കണം. ഇത് അതിനിടയിൽ പൂക്കുട്ടിയുടെ കുറേ ആൾക്കാർ വന്ന് ഹിന്ദി പറയും. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂട്ടി ഇങ്ങനെ ജയരാജൻ്റെ പടത്തിന് ശേഷം ഇതുപോലെ റസൂലിൻ്റെ ഒരു പടത്തിന് ചെയ്യാമെന്ന് പറയുമ്പോൾ എത്രമാത്രം അദ്ദേഹം അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തു? അത് മമ്മൂക്ക വളരെ ഈസ് an outstanding personality. One, he is very charismatic. Two, his technical knowledge is extremely exemplary, I would say. Exemplary knowledge on technique and technology. So he understands everything. He knows everything. This is how it should be done, he knows. But thing is, he finds people around him are not appreciating what he is doing. I think probably that is his biggest regret. And I quite see his point. It's very sad that that an industry is not understanding the leading man of the industry. So in that way he is a bit disappointed. അത് തുടക്കത്തിൽ അദ്ദേഹം ഇത് സലീം അഹമ്മദിൻ്റെ ഒരു ഫാൻസി ആണല്ലോ സിംഗ് സൗണ്ട് എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അദ്ദേഹം വന്നത്. പക്ഷേ അത് ഒരു പെർഫോമൻസിൻ്റെ ഋതം, നമുക്ക് അതിങ്ങനെ ചെയ്യണം, ഡയലോഗ് പറയുമ്പോൾ പാത്രം എടുത്ത് വെക്കരുത്, അതിന് ശബ്ദം ഡയലോഗിൽ വന്നാൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ദിവസത്തെ ഒരു ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് വളരെ ടക്കെന്നത് ക്യാച്ച് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മുഴുവൻ എങ്ങനെ സൗണ്ടിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം തൻ്റെ പെർഫോമൻസ് എന്നതാണ്. എണ്ണ കോരി ഒഴിക്കുന്നൊരു സീനുണ്ട്. അദ്ദേഹം എണ്ണ കോരി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കിടുകിടുന്ന ഒരു തട്ടൽ, അപ്പം എന്നിട്ട് ഷോട്ട് എടുത്തിരിക്കും, എങ്ങനെയുണ്ട്. അപ്പം അതൊക്കെ വളരെ അദ്ദേഹം സൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ല, അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരും. പിന്നെ മമ്മൂക്കയെ സംബന്ധിച്ചോളം ഡയലോഗ് കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറിൻ്റെ ജോലി. അപ്പോൾ അതൊരു വലിയ കയറാൻ പറ്റാത്തൊരു മലയായിട്ട് ചിത്രീകരിക്കുന്നതിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല, യാതൊരു അതിശയോക്തിയും വേണ്ടത്. ഒരുപക്ഷെ കുഞ്ഞനന്തൻ്റെ ഏറ്റവും ബ്യൂട്ടി ആയിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ മലയാള സിനിമയിൽ മമ്മൂക്ക ഇത്രയും നാച്ചുറലായിട്ട് പെർഫോം ചെയ്ത റോളില്ല. അതിൻ്റെ 50% കാരണം അദ്ദേഹം സിംഗ് സൗണ്ട് ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്രയും നാച്ചുറലായിട്ട് കിട്ടില്ല. അത് ഒരു ഉദാഹരണമായിട്ട് എനിക്ക് പ്രിയപ്പെട്ടൊരു സീനുണ്ട്. അദ്ദേഹം ഒരു വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നത്, ഏത് നിമിഷവും ചിത്രയുടെ ഭാഗത്ത് എനിക്കൊരു അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ വന്നാൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും വക്കീൽ എന്നുള്ള ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഋതം, ഒരു ഏറ്റക്കുറച്ചിൽ, അത് ഒരിക്കലും ഡബ്ബിങ്ങിൽ ചെയ്താൽ കിട്ടുന്നതല്ല. മമ്മൂക്ക തന്നെ ഞാൻ സിനിമ ചെയ്തതിന് ശേഷം എൻ്റെ മാസ്റ്റർ ചെയ്ത് ഞാൻ കൊണ്ടുവന്നു മമ്മൂക്കയുടെ വീട്ടിൽ കൊണ്ടിട്ട് കാണിക്കേണ്ടായി. അത് എന്നോട് നേരത്തെ വിളിച്ച് പറഞ്ഞു, അതെ സിംഗ് സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആൾക്കാർക്കൊക്കെ വലിയ പുച്ഛമാണ്, അതുകൊണ്ട് നീ ശകലം ഡയലോഗ് കയറ്റിയിട്ടോ, ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല എന്നെങ്ങനെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അത് വരികണ്ട. ഒത്തിരി എഫേർട്ട് ഈ ഒരു സിനിമ പുറത്തിറക്കുന്നതിൽ റസൂൽ എടുത്തു എന്ന് കേട്ടു. മേ ബി ഞാൻ കേട്ട കാര്യം ഒന്ന് ഷെയർ ചെയ്യാണ്. താങ്കളുടെ സ്റ്റുഡിയോയിൽ എന്തോ പ്രശ്നം ഉണ്ടായി, എന്നിട്ട് മാനുവലി യു കറക്റ്റഡ് ദാറ്റ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ എങ്ങനെ മാനേജ് ചെയ്തു? എൻ്റെ പ്രൊഫഷണൽ ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്രൈസിസാണ് ഞാൻ കടന്നുപോയത്. ഞാൻ 5 ദിവസം ഉറങ്ങിയിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങിയിട്ടില്ല. അതായത് ഞാനും സലീമും ഇരുന്ന് സിനിമയുടെ മിക്സ് ചെയ്തു. സിനിമ ഞങ്ങൾ രണ്ടാമത് പലതവണ കണ്ടു. അവസാനമായിട്ട് എല്ലാം ഓടിച്ച് കണ്ടു. സലീമിന് രാവിലെ 5 മണിക്കാണ് ഫ്ലൈറ്റിൻ്റെ എയർപോർട്ടിൽ കണ്ടത്. ഞങ്ങൾ 3 മണിക്ക് സിനിമ കണ്ട് സലീമിന് കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു, എനിക്കും കുറച്ച് കറക്ഷൻസ്, അതെല്ലാം നോട്ട് ഡൗൺ ചെയ്തു. എന്നിട്ട് സലീം പോയി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ റീലിൻ്റെ കറക്ഷൻ തീർത്തപ്പോൾ നമ്മളെല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഡിജിറ്റൽ ബോർഡുണ്ട്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ബോർഡാണ്, the latest digital board in town.
അതിന് മദർ ബോർഡ് ക്രാഷ് ചെയ്തു. ഇതെല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഓരോ ഫേഡർ മൂവ്മെൻറ്റും, എവിടെ ഡയലോഗ് കൂടണം കുറയണം, എവിടെ മ്യൂസിക് വരണം വരണ്ട എന്നുള്ള ഇതെല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അത് ഓട്ടോമേഷൻ ഫൈൻ ട്യൂൺ ചെയ്തിട്ടാണ് നമ്മളത് ഫൈനലായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. റെക്കോർഡിങ്ങിന് മുമ്പാണ് ഇത് സംഭവിച്ചത്. അതിൻ്റെ അർത്ഥം ഈ സിനിമയുടെ മിക്സിങ് എല്ലാം ഓൾ ദ ഡേറ്റാസ് വി ലോസ്റ്റ്, വി കാൺ ഡു എനിത്തിങ്. അപ്പോൾ ഇനി ഈ സിനിമ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? ഇനി ആകെ 2 ദിവസമാണ് സിനിമ ഇറങ്ങാനുള്ളൂ, 3 ദിവസമാണ് ഇറങ്ങാൻ വേണ്ടിയുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മൾ വിളിച്ചു, പിന്നെ അമേരിക്കയിൽ വിളിച്ചു. അമേരിക്കയിൽ നിന്ന് ഉടനെ തന്നെ അവർ മദർ ബോർഡ് ഷിപ്പ് ചെയ്തു. അതിവിടെ എത്തുക ഫ്രൈഡേ നൈറ്റിനാണ്. ഫ്രൈഡേക്ക് ഫിലിം റിലീസാണ്. എന്ത് ചെയ്യുമെന്നൊരു രൂപമില്ല. എൻജിനീയേഴ്സ് വന്നു. അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു സെക്ഷൻ എങ്കിലും ഓണാക്കി തരിക, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യും, എവിടെന്നെങ്കിലും കൊണ്ടുവന്നു, ആരെങ്കിലും കൊന്നോ കൊണ്ടുവന്നു. അതായത് എനിക്ക് പിന്നെ മോണിറ്റർ ചെയ്യാൻ സൗണ്ട് കേൾക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഈ ബോർഡിലൂടെയാണ് ഇതെല്ലാം പോകുന്നത്. ഈ ബോർഡ് കംപ്ലീറ്റ് ക്രാഷായി. എങ്ങനെയോ ഇതവർ പിന്നെ എനിക്ക് സൗണ്ട് കേൾക്കാം എന്നൊരവസ്ഥയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇനി ഓട്ടോമേഷൻ ഒന്നും വായിക്കില്ല, നമ്മൾ ചെയ്ത മിക്സിംഗ് ഒന്നും ഇല്ല. ഐ ഹാവ് ജസ്റ്റ് 1 hour. അതിങ്ങനെ ടൈം ഇങ്ങനെ പാസ് ചെയ്ത് പോകാം. രാത്രി 9 മണിയായി, 10 മണിയായി. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് യാതൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. എൻ്റെ അസിസ്റ്റൻസിനെ വിളിച്ചു, അപ്പുറം ഇരുത്തി. വിൽ മിക്സ് ഇറ്റ് ഓൺ ദ ഫ്ലൈ. സിനിമ ഓടുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യും. അങ്ങനെയാണ് പണ്ട് അനലോഗ് എറയിൽ ഞങ്ങൾ മിക്സ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ഈ 3 റീല് ഒറ്റ റണ്ണിന് ഞാൻ ഓൺ ദ ഫ്ലൈ മിക്സ് ചെയ്തു. എൻ്റെ 2 ഫിംഗേഴ്സ് മാത്രം മിക്സ് ചെയ്തു. 1 hour was the duration of the film. In 1 hour I mixed it. Because I knew exactly what I had done. പിന്നെ ആ ഒരു ലെവലൊരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക, അത് ഞാൻ ആ ഡിസിഷൻ ഒന്നും എടുത്തില്ലെങ്കിൽ ഫ്രൈഡേയിൽ സിനിമ ഇറങ്ങില്ല. അങ്ങനെ ഉന്തിത്തള്ളി വിട്ട ഒരു കടയാണ്. കാര്യം ബാക്കി എല്ലാ കാര്യങ്ങളും ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോയി.